എങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിന് രാവിലെ കാട്ടാനയുടെ ആക്രമണം ഏറ്റത്? വിവരങ്ങൾ എന്താണ്? ഇന്ന് രാവിലെ 9:30 കൂടിയാണ് തന്റെ ജോലിയുടെ ഭാഗമായി അദ്ദേഹം കുറുവാദ്വീപിന് സമീപത്തുള്ള പ്രദേശത്ത് അദ്ദേഹം അങ്ങോട്ട് വരുന്ന യാത്രക്കാരെ കുറുവാദ്വീപിലേക്ക് ക്ഷണിക്കുന്ന ജോലിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇന്ന് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വാരിയലിന് ഗുരുതര പരിക്കേറ്റ നിലയിൽ അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിനിടയിലാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു ആഴ്ചക്കിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ കാട്ടാനയുടെ ആക്രമണത്തിലുണ്ടായ മരണമാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാവിലെ 7:30 കൂടി നിന്നിരുന്ന പനച്ചിൽ അജി എന്ന് പറയുന്ന അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയത്. അതിന് ആ ആനയെ ഇപ്പോഴും പിടികൂടാനായിട്ടില്ല. അതിനുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഒരാഴ്ചയാകുമ്പോഴാണ് ഇപ്പോ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ശനിയാഴ്ച പുലർച്ചെ രാവിലെ 7 മണിയോട് കൂടിയാണ് ആ അജി കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇപ്പൊ ഇന്ന് രാവിലെ 9 മണിയോട് കൂടി ഒരു മനുഷ്യൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കാട്ടാന ഈ പ്രദേശത്ത് ഇദ്ദേഹത്തിന്റെ ജോലിക്കിടെ ഈ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. ഈ കുറുവ ദ്വീപിന് സമീപത്താണ് ഈ സംഭവം സംഭവിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. കുറുവ ദ്വീപിലെ ജോലിക്കാരനാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു കാടിനടുത്തുകൂടെയുള്ള വഴിയാണ്, റോഡാണ്. എങ്കിലും അതിലൂടെ നിരവധി വാഹനങ്ങൾ പോവുകയും ടൂറിസ്റ്റുകളൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇതിനിടയിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി. ഇവിടെ നിന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നതിനെ തുടർന്ന് ഇവിടുന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള പ്രയാസം ആണ് ഇപ്പോൾ ഉള്ളത്. കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണമുണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. ഷിത, നേരത്തെ അദ്ദേഹത്തെ എയർലിഫ്റ്റിംഗ് വഴി പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുമെന്ന് വനം മന്ത്രി തന്നെ പറഞ്ഞതായിരുന്നു. പിന്നീടാണ് ആംബുലൻസിൽ തന്നെ കൊണ്ടുവന്നത്. അതും വളരെ പെട്ടെന്ന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയ വഴിക്ക് ആ റോഡിലൂടെയുള്ള ഗതാഗതങ്ങളൊക്കെ കൃത്യമായി നിയന്ത്രിച്ചാണ് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയ പാടെ തന്നെ മരണമുണ്ടായതോ വഴിയിൽ വെച്ച് തന്നെ മരണമുണ്ടാവുകയായിരുന്നു? എന്താണ് ലഭിക്കുന്ന സൂചനകൾ? മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മരിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ ആംബുലൻസും വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ട്, അതായത് വരുന്ന വഴിയെല്ലാം തന്നെ ആംബുലൻസിന് വഴി ഒരുക്കിക്കൊണ്ട് തന്നെയായിരുന്നു അവിടേക്ക് എത്തിച്ചിരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വഴിയൊരുക്കാൻ വേണ്ടി പല കോണുകളിൽ നിന്നും ആളുകളെല്ലാം തന്നെ വയനാട്ടിൽ നിന്ന് നമുക്കറിയാം, വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തുമ്പോൾ ചുരം ഉൾപ്പെടെയുള്ള സ്ഥലമുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അവിടെയെല്ലാം തന്നെ വലിയ രീതിയിൽ ആളുകളെ ചുരം സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വാഹനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പാണ് പോളിനെ എത്തിച്ചത്. ആ സമയത്ത് അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചതെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നട്ടലിനും ഒപ്പം തന്നെ വാരിയലിനും എല്ലാം തന്നെ കാട്ടാനയുടെ ചവിട്ടേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണം ഈ ജീവനക്കാരന് നേരെ ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മാനന്തവാടിയിലെ അവിടെ ആശുപത്രിയിലാണ് എത്തിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈഫ് സൂചിപ്പിച്ച പോലെ തന്നെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള നീക്കങ്ങൾ എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് ആ സാഹചര്യത്തിൽ അത് നടന്നിട്ടില്ല. പിന്നീടാണ് എമർജൻസി ആയിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ റോഡ് മാർഗം എത്തിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിച്ചെങ്കിലും പോലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഒരാൾ കൂടെ കാട്ടാനയുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരാൾ കൂടെ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. ഇതിൽ എടുത്തു പറയുന്നത് ഒരു ജീവനക്കാരനാണ്, വിനോദസഞ്ചാര വകുപ്പിന്റെ ഒരു ജീവനക്കാരൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. മറ്റ് ആ സമയത്തെല്ലാം തന്നെ ഒരുപക്ഷെ ഈ ആളുകളെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾക്കാണ് കാട്ടാന ആക്രമണത്തിൽ ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിരിക്കുന്നത്. സൈഫുദ്ദീൻ, വിനോദസഞ്ചാര വകുപ്പിലെ